ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ അപ്ഡേറ്റ്സുകളാണ് നോക്കുന്നത്. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, എല്ലാവർക്കും അറിയാം. തേജാസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ MK ലൈറ്റ് കോമ്പാക്ട് ഫൈറ്റർ ജെറ്റിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അവർ ഈ തേജാസിൽ വെക്കേണ്ട മിസൈലുകളുണ്ടല്ലോ, അതായത് ഈ തേജാസിൽ ഇൻബിൽട്ട് ആയിട്ട് വെക്കേണ്ട കുറച്ച് മിസൈലുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പരീക്ഷണം സെപ്റ്റംബറിൽ പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബറിൽ 2 ഫൈറ്റർ ജെറ്റുകളാണ് ഇപ്പം പണിപ്പുരയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് 2 എഞ്ചിനേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള എഞ്ചിനെ കുറിച്ച് ഇതുവരെ ഒരു വിവരവുമില്ല. അമേരിക്കയുമായിട്ട് ഈ രീതിയിൽ താരിഫ് യുദ്ധം പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് അത്ര പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇന്ത്യ എന്തായാലും പെനാൽറ്റി ഇടും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ നിന്നൊരു 4 കോൺട്രാക്റ്റുകൾ ഹാൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്കയിൽ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവ് വന്ന് ഇന്ത്യയിൽ സംസാരിച്ചത്. അത് ഒരു രീതിയിലും ഇന്ത്യ സമ്മതിച്ചില്ല. ഇന്ത്യ വളരെ മാന്യമായിട്ട് സംസാരിച്ച് മടക്കി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഇപ്പോൾ കയറി ഇടപെടാൻ പറ്റത്തില്ല. നിങ്ങൾ പോയിട്ട് വരൂ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് മാസമായിട്ടുള്ള മറുപടിയാണ്. ഈ ആദ്യം താരിഫ് വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി. ബൈലേറ്ററൽ എഗ്രിമെന്റ് അവിടെ പെൻഡിങ് കിടക്കാണ്. അതുമായിട്ടുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈലേറ്ററൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരാമെന്നാണ് ഇന്ത്യ മറുപടി കൊടുത്തു വിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അവരുടെ വിചാരം അവരവിടെ നിന്ന് ആളെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്ത് സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി ഡിപ്ലോമാറ്റിക്കലി അവർക്ക് 4 കോൺട്രാക്റ്റും എടുത്ത് കയ്യിൽ കൊടുക്കുമെന്നാണ് അവർ വിചാരിച്ചുകൊണ്ട് ആളെ വിടുന്നത്. ഇതിനെക്കുറിച്ച് ഇന്നലെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇന്നാണ് വാർത്ത പുറത്തു വന്നത്. ഇന്ത്യ ഈ പൗസ് ചെയ്ത് വെച്ചിരിക്കുന്ന 4 എഗ്രിമെന്റും ഒന്ന് തുടരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കച്ചവടം നടത്തണം, അത്രയേ ഉള്ളൂ. കാരണം അമേരിക്ക ഇത് തടഞ്ഞാലും അമേരിക്കയുടെ ആയുധങ്ങൾ തരുന്നതെന്ന് പറയുന്നത് അവിടുത്തെ പ്രൈവറ്റ് കമ്പനികളാണ്. അപ്പോൾ അവർക്ക് അതൊരു നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൈവറ്റ് കമ്പനികൾ എങ്ങനെയെങ്കിലും ഗവൺമെന്റിനെ ഒന്ന് സ്ക്രൂ ചെയ്തിട്ട് ഒരു റെപ്രസെന്റേറ്റീവിനെ വിട്ട് ഒരു പ്രൈവറ്റ് ഏജൻസിയെ പോലെ വന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു കരാറ് സ്വന്തമാക്കിയിട്ട് പോവാം, ഈ ഒരു എഗ്രിമെന്റ് ഫുൾഫിൽ ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിൽ അവർ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അതിനുള്ള തിരിച്ചടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നടക്കത്തില്ല മക്കളെ. ആ സ്വപ്നം നിങ്ങൾ മനസ്സിൽ കണ്ടോണ്ടങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. JSW മോട്ടോഴ്സ്, JSW സർബലോ മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. JSW ഡിഫൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനി മെയിൻ കമ്പനിയുടെ പേര്. അപ്പൊ ഈ കമ്പനി ഇവര് ഹൈ പെർഫോമൻസ് ഓൾ ടെറൈൻ വെഹിക്കിൾസ് നിർമ്മിക്കുന്ന ആൾക്കാരാണ്. ഹൈ പെർഫോമൻസ് ഓൾ ടെറൈൻ, അതായത് ഏത് മേഖലകളിലും പ്രത്യേകിച്ച് മിലിറ്ററി യൂസിന് വേണ്ടിയിട്ട് ഏത് ടെറൈനിലും കയറി പോകുന്ന രീതിയിലുള്ള വാഹനം നിർമ്മിക്കുന്ന കമ്പനിയാണ് ഈ JSW ഡിഫൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. അവർ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അവർ ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവാണ്. ആ വാഹനത്തിന്റെ ഇമേജ് ആണ് ഞാൻ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ വണ്ടിയുടെ ഒരു ലുക്ക് കണ്ടില്ലേ, അടിപൊളി സാധനമാണ്. ഇങ്ങനത്തെ പൊട്ടാസ് സാധനങ്ങളൊക്കെ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ ലൈറ്റസ്റ്റ് സ്പേസ് ടെലസ്കോപ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, നമ്മുടെ ISROയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് കമ്പനി. അവര് 1.2 മില്യൺ റേസ് ചെയ്തിട്ടുണ്ട്. ഫണ്ട് റേസിംഗ്, ക്രൗഡ് ഫണ്ടിങ് ആണ്. ഈ ഒരു ലൈറ്റസ്റ്റ് സ്പേസ് ടെലസ്കോപ്പ് ആണ് അവർ നിർമ്മിക്കുന്നത്. ഇതാണ് അവർ ഏറ്റെടുത്തിരിക്കുന്ന പ്രോജക്റ്റ്. അപ്പോൾ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് അവർ ഫണ്ട് സ്വരൂപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രോജക്റ്റുമായിട്ട് അവർ മുന്നോട്ട് പോവാണ്. ISROയുടെ അപ്രൂവൽ ഉണ്ട് അവർക്ക്. ഇയോൺ സ്പേസ് ലാബ്സ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. ഇയോൺ സ്പേസ് ലാബ്സ് കേട്ടോ. അവർക്കെല്ലാം ഇത് ഈ ഗവൺമെന്റുമായിട്ട് ടൈപ്പ് ചെയ്ത് പ്രോജക്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ പേരാണ് ഞാനിവിടെ പറയുന്നത്. ഇതൊക്കെ കൺഫേം ആയിട്ട് നഷ്ടം വരാത്ത രീതിയിലുള്ള കമ്പനികളാണ്. കാരണം അവർക്കൊക്കെ ഈ രീതിയിലുള്ള കോൺട്രാക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ജോലി അന്വേഷിക്കുന്നവർ ഞാൻ പറയുന്ന കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഈ കണ്ടോ, ഇയോൺ സ്പേസ് എന്ന് പറഞ്ഞ ഈ കമ്പനി ക്രൗഡ് ഫണ്ടിങ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ സ്റ്റോക്കിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണിത്. ഇതുപോലത്തെ പല കമ്പനികളും നമ്മൾ ഉടനീളം ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. പല കോൺട്രാക്റ്റുകളും സ്വന്തമായിട്ട് എടുത്തിരിക്കുന്ന കമ്പനികൾ, ചെന്നൈ ബേസ്ഡ് കമ്പനികൾ, ഹൈദരാബാദ് ബേസ്ഡ് കമ്പനികൾ, ഇങ്ങനെ പല കമ്പനികളും ഞാൻ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇയോൺ സ്പേസ് ലാബ്സ് എന്ന് പറയുന്നത് ഒരു ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ് കേട്ടോ. ഇന്ത്യ ഒരുപക്ഷെ ഒരു ആദ്യത്തെ രാജ്യമാവും റഫേലിന്റെ ഫൈറ്റർ ജെറ്റ് F4 കാറ്റഗറിയിൽ വരുന്നത്. അതിന്റെ F4.1 വേർഷൻ, അപ്ഗ്രേഡഡ് വേർഷൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ സൂചന. അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇന്നലെ റഷ്യയിൽ വെച്ചിട്ട് സെർഗെയ് ലാവ്റോവ്, റഷ്യയുടെ ഫോറിൻ മിനിസ്റ്ററെ അടുത്ത് വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്, ഇന്ത്യയല്ല റഷ്യയുടെ ഏറ്റവും വലിയ ഓയിൽ പർച്ചേസർ ചൈനയാണ്, ഏറ്റവും വലിയ ഗ്യാസ് പർച്ചേസർ യൂറോപ്പാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വീണ്ടും ആവർത്തിച്ച് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാനിന് ചൈന ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ഈ സൂചന എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ട് വാങ്ങി നേരെ പോകേണ്ടിരുന്നത് പാകിസ്ഥാനിലോട്ടാണ്. പക്ഷേ ഇത്തവണ പാകിസ്ഥാൻ ചൂസ് ചെയ്തില്ല. അതിന് പകരം കാബൂളിലാണ് പോയി ഇറങ്ങിയത്.
കാബൂളിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇഷാഖ് ദറിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത്. അവിടെ പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഇഷാഖ് ദർ, അതുപോലെ താലിബാന്റെ റെപ്രസെന്റേറ്റീവ്, അതുപോലെ വാങ്ങി, ഇവർ 3 പേരും കൂടിയാണ് ഈ ഒരു ചർച്ച അവിടെ നടത്തിയത്. ചർച്ച വേറെ ഒന്നുമല്ല, പാകിസ്ഥാൻ കൊടുക്കുന്ന കൃത്യമായ സൂചനയാണ്. പാകിസ്ഥാനിലേക്ക് ഇനി ഇൻവെസ്റ്റ്മെന്റ് ചൈന ചെയ്യില്ല. അത് ഓൾറെഡി തന്നെ ഒരു 6-7 മാസത്തിന് മുമ്പ് തന്നെ നിർത്തിയതാണ്. കാരണം അവിടെ ചൈനയ്ക്കും പാകിസ്ഥാനും തമ്മിൽ ഗ്വാദാർ പോർട്ടിന്റെ യൂസേജുമായിട്ട് ബന്ധപ്പെട്ട് ബലൂചിസ്ഥാനികളുടെ നിരന്തരമായിട്ടുള്ള ആക്രമണം തടയാൻ പറ്റാത്ത രീതിയിൽ ഒരു സെക്യൂരിറ്റി ഉറപ്പ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ചൈന അതിൽ നിന്ന് പിന്മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രൗൺ ഓഫ് ജ്വൽ എന്ന് വിളിക്കപ്പെടുന്ന ഗ്വാഡാർ പോർട്ടിന്റെ ആ ഒരു ആബ്സെന്റിൽ ഞങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ചൈനയുടെ നിലപാട്. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വിള്ളൽ ഇങ്ങനെ നമുക്ക് തുടർന്ന് കാണാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ തമ്മിൽ എഗ്രി ചെയ്ത പല പ്രോജക്റ്റുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ചൈന പാകിസ്ഥാനെ വെപ്പണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൈന പാകിസ്ഥാനെ വെപ്പണൈസ് ചെയ്യുന്നത് ഇന്ത്യക്ക് ഒരു ബാലൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ എന്നാണ് ചൈന കരുതുന്നത്. പക്ഷേ പാകിസ്ഥാനെ വെച്ചിട്ട് ഒരിക്കലും ഇന്ത്യയെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് ഓപ്പറേഷൻ സിന്ദൂർ ഒരു പക്ഷേ ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ചൈന ഇന്ത്യയുമായിട്ട് ഇപ്പൊ ഈ ഒരു രീതിയിൽ ഒരു റിലാക്സേഷൻ മോഡിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യി കാബൂൾ സന്ദർശിച്ച് ഇസ്ലാമാബാദിനെ ഒന്ന് തള്ളി വെച്ചിരിക്കുകയാണ്. അതിന്റെ സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ കൂടുതൽ ഇതേപോലെ അമേരിക്കൻ പ്രീണനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ അത്ര നല്ല ഇടപാട് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു സൂചന, ഇൻഡയറക്റ്റ് സൂചനയാണ് ഡിപ്ലോമാറ്റിക്കലി കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യൻ എയർക്രാഫ്റ്റുകൾക്കുള്ള എയർ സ്പേസ് യൂസേജ്, അതായത് അവരുടെ എയർ സ്പേസിലൂടെ ഇന്ത്യൻ വിമാനങ്ങൾ പറക്കാൻ പാടില്ല എന്നുള്ളത് സെപ്റ്റംബർ 2025 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അവർ മന്ത്ലി വെച്ചിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു മാസത്തിൽ ഏതാണ്ട് 1400 കോടിയാണ് അവർക്ക് നഷ്ടം വരുന്നത് കേട്ടോ. നമുക്ക് ശരിയാണ്, ട്രാൻസ്പോർട്ടേഷനിൽ ചിലപ്പോൾ കുറച്ച് ടൈം കൂടുതൽ എടുക്കേണ്ടി വരും. അതിലുപരിയായിട്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. വേറെ വഴിയൊന്നുമില്ല, വേറെ മാർഗമില്ല. ഇനിയിപ്പോൾ അവർ എയർ സ്പേസ് തുറന്ന് തന്നാലും തന്നില്ലെങ്കിലും നമ്മൾ നെവർ മൈൻഡ് ആണ്. അതാണ് നമ്മളുടെ പോളിസി. അപ്പൊ അടുത്ത സെപ്റ്റംബർ 23 വരെ പാകിസ്ഥാന്റെ എയർ സ്പേസ് ഇന്ത്യൻ വിമാനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് പാകിസ്ഥാന്റെ നിർദ്ദേശം. അമേരിക്കയുടെ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇന്ത്യയെ തള്ളിവെക്കും, സാങ്ഷൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഡെൻമാർക്ക് വന്നിരിക്കുകയാണ് നിർണായകമായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ട്. ഡെൻമാർക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഇന്ത്യയുടെ സപ്പോർട്ട് വളരെ വളരെ അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡെൻമാർക്കിന്റെ അംബാസിഡർ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഡാനിഷ് അംബാസിഡർ പറഞ്ഞു വയ്ക്കുന്നത് ഡീപ്പൻ റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യ, സ്പെഷ്യലി ഇൻ ഹെൽത്ത് കെയർ സെക്ടർ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതായത് പല രാജ്യങ്ങളും, യൂറോപ്പൊക്കെ പണ്ടത്തെ യൂറോപ്പ് അല്ല, അവർക്കറിയാം എന്ത് നിലപാടെടുക്കണം, പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട്. കാരണം ചൈന അവരെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് വർത്തിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഇപ്പം യൂറോപ്പിൽ കരുതപ്പെടുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വ്യക്തമായി ശക്തമായി പറയുന്നത് അമേരിക്കയുടെ നീക്കുപോക്കുകൾക്ക് വളഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇന്ത്യൻ എൻവോയ് കൗത്ര എന്ന് പറയുന്നത് അമേരിക്കയിലെ ഇന്ത്യൻ എൻവോയ് ആണ്, ഇന്ത്യൻ അംബാസിഡർ. പുള്ളി കോൺഗ്രസ് സെനറ്റേഴ്സ്, റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സുമായിട്ട് സംസാരിച്ചതിൽ അവരുടെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഓയിൽ കുറച്ച് കൂടുതൽ മേടിക്കണം ഇന്ത്യ അമേരിക്കയുടെ സൈഡിൽ നിന്ന്. പതിയെ സ്ലോലി ഒരു സൈഡിൽ നിന്ന് ഇന്ത്യയെ നയതന്ത്രപരമായി എങ്ങനെ ഒന്ന് സോപ്പിട്ട് കൊണ്ടുവരാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നതാണ് ഹൈഡ്രോ കാർബൺ ഡീൽ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യണമെന്ന്. അത് ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുന്ന എണ്ണയുടെ അളവ് പോരാ, നിങ്ങൾ കുറച്ച് കൂടുതൽ ഞങ്ങളുടെ നിന്ന് ഇറക്കണം എണ്ണ എന്നുള്ളതാണ് ഇപ്പൊ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയെ അനുനയിപ്പിക്കാൻ പലരും പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇന്ത്യ അങ്ങോട്ട് പോയി കാല് പിടിക്കുമെന്നാണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, അമേരിക്കയിൽ നിന്നും ഒരു റെപ്രസെന്റേറ്റീവ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് നിർത്തിവെച്ചിരുന്ന 4 കരാറുകളുടെ വിഷയം സംസാരിക്കാൻ ഇന്ത്യയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ അംബാസഡറുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ ലോ മേക്കേഴ്സ്, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ എംപിമാർ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നു. അത് ഇന്ത്യൻ എംബസി, തീർച്ചയായിട്ടും ഇന്ത്യൻ എംബസിക്ക് ക്ഷണമില്ലാതെ ഇന്ത്യൻ എംബസിക്ക് അങ്ങോട്ട് പോയി അവരെ കണ്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നു, ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അമിക്കബിളി റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ ഡീപ്പായിട്ട് നോക്കുന്നത്. അപ്പോൾ അവിടെ ഹൈഡ്രോ കാർബൺ ഡീല് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യണമെന്നാണ് അമേരിക്കയുടെ നിർദ്ദേശം. ഇപ്പൊ ഇതാണ് ഇവരുടെയൊക്കെ ഡബിൾ സ്റ്റാൻഡേർഡാണിത്. ഇതൊക്കെ മനസ്സിലാക്കിക്കോണം. ഇപ്പൊ നമ്മൾ ഹൈഡ്രോ കാർബൺ പെട്ടെന്ന് ചാടി വീണങ്ങ് മേടിച്ചു കഴിഞ്ഞാൽ എന്നാൽ യുവമാർ ഉണ്ടായിരിക്കുമോ? ഒരിക്കലും ഇല്ല. യുവമാർ വീണ്ടും അടുത്തടുത്ത നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അത് മേടിക്കൂ, ഇത് മേടിക്കൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. നമുക്ക് എവിടെയാണോ ആവശ്യമെന്ന് നമുക്കറിയാം. നമ്മൾ വളരെ വ്യക്തമായിട്ട് തീരുമാനിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ GDP ഈ ഫിസിക്കൽ ഇയറിൽ 6.8% to 7% ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ, ഗ്രോത്ത്.
ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ 6.8% ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ക്വാർട്ടറിൽ. അതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ പറഞ്ഞു പോകേണ്ട വിഷയമാണ്. ഈ താരിഫോ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, ഇന്ത്യയുടെ വ്യാപാരം ഇന്ത്യ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉള്ളതിന്റെ ഒരു സൂചനയാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എക്കോണമി, ഇന്ത്യൻ എക്കോണമി ഗ്രോത്ത് അറ്റ് 6.8 to 7 in between %. അതായത് ഇൻ Q1 ഫസ്റ്റ് ക്വാർട്ടറിൽ. ഇത് RBI എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഉയർന്ന നിരക്കാണെന്നാണ് വാർത്ത പറയുന്നത്. ജെഫ്രി സാക്സ് എന്ന് പറയുന്നത് US ഒരു എക്കോണമിസ്റ്റ് ആണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബ്ലണ്ടറാണ് ഇന്ത്യയുമായിട്ട് ചെയ്യുന്ന ഈ ഒരു താരിഫ് വാർ. ചരിത്രത്തിൽ അമേരിക്ക നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു മിസ്റ്റേക്ക് ആണ്, ഒരു ബ്ലണ്ടർ ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. വളരെ വ്യക്തമാണ്. ഇത് തന്നെയാണ് ഞാൻ തുടരെ ആവർത്തിച്ച് നമ്മളുടെ വീഡിയോകളിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിക്കി ഹാലെ ഫോർമർ US അംബാസിഡർ ആണ്. അപ്പം പുള്ളിക്കാരത്തി ട്രംപിനെയും മോദിയെയും മീറ്റ് ചെയ്ത് ഈ US ഇന്ത്യ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂവിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മാർഗം അന്വേഷിക്കുന്നതായിട്ട് അവർ തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മോഡിയെയും മീറ്റ് ചെയ്യും, ട്രംപിനെയും മീറ്റ് ചെയ്യും, പിന്നീട് ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ വെക്കാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. നിക്കി ഹാലെ എന്ന് പറയുന്നത് അമേരിക്കൻ സിറ്റിസൺ ആണ്, ഇന്ത്യൻ സിറ്റിസൺ അല്ല. ഇവര് US അംബാസിഡർ ആണ്. ഇപ്പൊ എന്താണ് സൂചന എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുമായിട്ട് ഒരു വിഷയം അമിക്കബിളി റിസോൾവ് ചെയ്യാൻ പല മാർഗങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഉള്ളിൽ പ്രഷർ, ട്രംപ് അഡ്മിനിസ്ട്രേഷന് കടുത്ത പ്രഷറാണ്. ആ പ്രഷർ എങ്ങനെയെങ്കിലും ഈ പ്രഷർ മൗണ്ട് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല രീതിയിലുമുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നതായിട്ടുള്ള സൂചനകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പല മേഖലകളിലായിട്ട്. മൂന്നാമത്തെ പേഴ്സണാണ് ഇപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഇൻസിഡന്റ് തുടരെ അമേരിക്ക ഇന്ത്യ അപ്രോച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് ഇന്ത്യ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. കാരണം ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയം. അതിന്റെ അർത്ഥം ഇന്ത്യ ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണമില്ല, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയെ പല മേഖലകളിലും അവർക്ക് ആവശ്യമുണ്ട്. അമേരിക്ക ലോക പോലീസ് കളിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവർക്ക് പല മേഖലകളിലും നിർണായകമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏഷ്യൻ സൈഡിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കുറിച്ചു വെച്ചോ, അമേരിക്ക അവരുടെ ഗ്രിപ്പ് ലോസ് ചെയ്ത് കഴിഞ്ഞു. ലൂസർ കാറ്റഗറിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. ഏഷ്യൻ സൈഡിൽ അവർക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം പറയൂ, ഒറ്റ രാജ്യം കിട്ടില്ല. അവർക്ക് ഏഷ്യൻ സൈഡിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒറ്റൊരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ത്യയോടാണ് അവര് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് ഈ രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെച്ചത്. ഇനി ആര് ഇവരെ വിശ്വസിക്കും? മൊത്തത്തിൽ ട്രസ്റ്റ് വർത്തി ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഗ്ലോബലി. അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഇത് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ ട്രംപ് അനാവശ്യമായിട്ടുള്ള ഈഗോ കൊണ്ട് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം എത്ര നാൾ ഇങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇനി അവർ പല ആൾക്കാരെയും, പഴയ അംബാസിഡറെയും പുതിയ അംബാസിഡറെയും എക്കണോമിക് അനലിസ്റ്റുകളെയും നമ്മളുടെ ഇന്ത്യൻ എംബസിയും പലരെയും അപ്രോച്ച് ചെയ്ത് പല രീതിയിൽ അവർ ഇന്ത്യയെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കും. അതിന് കാരണം വേറെ ഒന്നുമില്ല, പ്രൈം മിനിസ്റ്റർ മോദി വിസിറ്റിംഗ് ചൈന. ഇതാണ് ഒരു സ്റ്റണ്ണിങ് മെസ്സേജ് അമേരിക്കയ്ക്ക്. പ്രൈം മിനിസ്റ്റർ മോദി ചൈനയിലെത്തി ഈ ഫോട്ടോഗ്രാഫ്സും വീഡിയോസും ഒക്കെ പുറത്ത് വരുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, വെസ്റ്റേൺ മീഡിയ ഇതൊക്കെ പബ്ലിഷ് ചെയ്യും. ആ നിമിഷത്തിലായിരിക്കും ഇതിന്റെ യഥാർത്ഥ സീരിയസ്നെസ് അമേരിക്കയ്ക്ക് മനസ്സിലാകാൻ പോകുന്നത്. മെയിൻ പിക്ചർ അപ്പോഴാണ് റിലീസ് ആകാൻ പോകുന്നത്. പക്ഷെ ചൈനയുമായിട്ടുള്ള നമ്മളുടെ ബന്ധം കൺസ്ട്രക്റ്റീവ് ആണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ റഷ്യയുമായിട്ട് ബന്ധം ശക്തിപ്പെടുത്തും, ചൈനയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തും. ആ രണ്ട് വാക്കുകൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചോണം. റഷ്യയുമായിട്ട് നമ്മൾ ബന്ധം ശക്തിപ്പെടുത്തും, ചൈനയുമായിട്ട് നമ്മൾ ബന്ധം മെച്ചപ്പെടുത്തും. അതാണ് നമ്മളുടെ പോളിസി. വീണ്ടും BLA സോൾജേഴ്സ് ആക്രമണം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ. 4 പാകിസ്ഥാൻ മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തുടരെയുള്ള ആക്രമണമാണ്. അസീം മുനീർ പറഞ്ഞിരിക്കുന്നത് ഈ BLAക്ക് പുറകിലുള്ളത് ഇന്ത്യയാണ്. അവരാണ് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിൽ അയച്ചുവിടുന്നത് എന്നുള്ള ആരോപണം വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. ഇന്ത്യക്കാണോ ബലൂചിസ്ഥാൻ വേണ്ടത്? ബലൂചിസ്ഥാൻ വേണ്ടത് ബലൂച്ചികൾക്കാണ്. അവർക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതിനു വേണ്ടിയിട്ടാണ് അവർ പൊരുതുന്നത്. അതിന് ഇന്ത്യ എന്നോ മൊസാദ് എന്നോ ഏത് രാജ്യത്തിന്റെ പേര് വേണമെങ്കിലും പറഞ്ഞോ മിസ്റ്റർ അസീം മുനീർ. പക്ഷെ നമുക്കതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. അപ്പൊ എന്തായാലും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.